ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാം പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയർ സീരീസിൽ പാർട്ട് 2 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദ റൂൾ ഓഫ് ലോ ഇൻഡെക്സ് 2024? അത് നമ്മളത് പഠിക്കുന്നതിന് മുന്നേ നമ്മളൊരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. റൂൾ ഓഫ് ലോ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓരോ വർഷവും റിലീസ് ചെയ്യുന്നത് വേൾഡ് ജസ്റ്റിസ് പ്രോജക്റ്റ് ആണ് ഓരോ വർഷവും റൂൾ ഓഫ് ലോ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. ഇതിൽ ടോപ്പ് കൺട്രീസ് എന്ന് പറയുന്നത്, അതായത് ഇത് ശരിക്കും നമ്മൾ നോക്കുന്നത് ഇപ്പം ഗവൺമെൻറ് കൺസ്ട്രെയിൻസ്, കറപ്ഷൻ ആബ്സെൻ്റ് ആണോ ഒരു രാജ്യം, ഓപ്പൺ ഗവൺമെൻറ് ആണോ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ, സെക്യൂരിറ്റി ഉണ്ടോ, റെഗുലേറ്ററി എൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ്, സിവിൽ ജസ്റ്റിസ്, ക്രിമിനൽ ജസ്റ്റിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് റൂൾ ഓഫ് ലോ ഇൻഡെക്സ് പ്രഖ്യാപിക്കുന്നത്. അത് റിലീസ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു വേൾഡ് ജസ്റ്റിസ് പ്രോജക്റ്റ് ആണ്. അതിനനുസരിച്ച് ഏറ്റവും ടോപ്പിൽ വരുന്ന, അതായത് ഇങ്ങനെയുള്ളതിൽ ഏറ്റവും നല്ല രാജ്യം എന്ന് പറയുന്ന ഡെൻമാർക്ക്, ദെൻ നോർവേ, ഫിൻലാൻഡ്. ഇന്ത്യയുടെ റാങ്ക് 142 രാജ്യങ്ങളിൽ 79ാമത്തെ റാങ്ക് മാത്രമാണ്. ശ്രദ്ധിക്കുക, എത്രാമത്തെയാണ്? 79ാമത്തെ റാങ്ക് മാത്രമാണ്. നെക്സ്റ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു വാസ് സോൺ ഇൻ ആൻ 51st ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്? കൃത്യമായിട്ട് ഓർത്ത് നോക്കുക, സഞ്ജീവ് ഖന്നയാണ്. സഞ്ജീവ് ഖന്ന 11 നവംബർ 2024 അദ്ദേഹം ആ ഒരു പൊസിഷനിലേക്ക് കയറിയത്. ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് സഞ്ജീവ് ഖന്ന ആ ഒരു അധികാരം ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ചീഫ് ജസ്റ്റിസിനെ എപ്പോഴും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഇത് കവർ ചെയ്യുന്നത്, ഈ ചീഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കവർ ചെയ്യുന്ന ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാൻ നല്ലതാണ്. ആർട്ടിക്കിൾ 124 എന്താണ്? ആർട്ടിക്കിൾ 124. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് നോക്കേണ്ടത് 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്? സഞ്ജീവ് ഖന്ന. തേർഡ് വൺ, വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ഇന്ത്യസ് തേർഡ് ലാർജസ്റ്റ് ടൈഗർ റിസർവ്? ഇന്ത്യയുടെ 3ാമത്തെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏത് സ്റ്റേറ്റിലാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്? അത് ഛത്തീസ്ഗഡ് ആണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ഗുരു ഘാസിദാസ് ദാമോർ പിംഗ്ല ടൈഗർ റിസർവ് ആണ്. ഗുരു ഘാസിദാസ് ദാമോർ പിംഗ്ല ടൈഗർ റിസർവ് ആണ്. അത് നമ്മളുടെ ഇന്ത്യയിലെ എത്രയാമത്തെയാണ്? 3ാമത്തെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ആണ്. ദെൻ അതോടൊപ്പം രാജ്യത്തെ 56ാമത്തെ ടൈഗർ റിസർവ് ആണ്. ഇനി ഒരു കാര്യം നമുക്കിവിടെ ഓർത്തു വെക്കാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണ്? നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ്, ആന്ധ്രാപ്രദേശ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ്, ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ്, വിച്ച് കൺട്രി ഹോസ്റ്റഡ് ദ ഗ്ലോബൽ കോൺഫറൻസ് ഓഫ് ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെ അബ്രിവേഷൻ ഓർത്ത് വെക്കുക, ഷോർട്ട് ഫോം ഓർത്ത് വെക്കുക, ICA. ഇത് ഫോർ ദ ഫസ്റ്റ് ടൈം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതായത് ആദ്യമായിട്ട് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെ ഗ്ലോബൽ കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്ത രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലെങ്കിൽ പോലും ഇന്ത്യയിലായതുകൊണ്ട് നമ്മളിത് കൃത്യമായിട്ട് ഓർത്ത് നോക്കാം. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെ ഫസ്റ്റ് ഗ്ലോബൽ കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്തത് ഇന്ത്യയിലാണ് എന്ന് കൃത്യമായിട്ട് ഓർത്ത് നോക്കാം. ഇന്ത്യയിലെ ന്യൂഡൽഹിയിലായിരുന്നു. അതിന്റെ തീം എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ്സ് ബിൽഡ് പ്രോസ്പെരിറ്റി ഓഫ് ഓൾ എന്നുള്ളതാണ് തീം. അത് ലോഞ്ച് ചെയ്തത് നമ്മളുടെ നരേന്ദ്രമോദി ആയിരുന്നു. ദെൻ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കാം, സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. നെക്സ്റ്റ് വൺ, ഹു വാസ് അവാർഡഡ് ദ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ഇൻ 2023? ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് 2023 കിട്ടിയിരിക്കുന്നത് ഡാനിയൽ ബാരൻബോയും അലി അബു അവാർഡ്, ഈ 2 പേർക്ക് കൂടിയിട്ടാണ്. ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ് ഡിസാർമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഫോർ 2023 കിട്ടിയിരിക്കുന്നത് 2 പേരാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഒരു അർജന്റീൻ ഇസ്രയേൽ മ്യൂസീഷ്യനും ദെൻ ഒരു പാലസ്തീൻ പീസ് ആക്ടിവിസ്റ്റും, അതായത് ഡാനിയലും അലി അബുവും. 2 പേര് ഓർത്ത് നോക്കുക, ഡാനിയലും അലി അബുവും. Next one, which company launched India's first communication satellite GSAT-220? ഇന്ത്യയുടെ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആയിട്ടുള്ള GSAT-220 ആരാണ് ലോഞ്ച് ചെയ്തത്? ഏത് കമ്പനിയാണ് ലോഞ്ച് ചെയ്തതെന്നുള്ളതാണ്. അത് SpaceX എന്ന് പറയുന്നൊരു കമ്പനിയാണ്. കൃത്യമായിട്ട് ഓർത്ത് നോക്കുക, SpaceX ആണ് ഇന്ത്യാസ് GSAT-N2 അല്ലെങ്കിൽ GSAT-20 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത്. ഇത് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ഇത് സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്തത് SpaceX എന്ന് പറയുന്ന കമ്പനി. റോക്കറ്റ് ഫാൽക്കോൺ 9 എന്ന് പറയുന്ന റോക്കറ്റാണ് ഇത് ലോഞ്ച് ചെയ്തത് നമ്മുടെ USA ഫ്ലോറിഡയിൽ നിന്നാണ്. ഓർത്ത് നോക്കാം, USA ഫ്ലോറിഡയിൽ നിന്ന്. നെക്സ്റ്റ് വൺ, ഹു ഇസ് ദ ഓതർ ഓഫ് ദ ബുക്ക് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ S. ജയശങ്കർ ആണ്. ജയശങ്കർ ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ലോഞ്ച് ദ വേൾഡ്സ് ഫസ്റ്റ് AI ആൻഡ് 5G ടെലികോം നെറ്റ്വർക്ക്? ലോകത്തിലെ ആദ്യത്തെ ഫസ്റ്റ് AI ആൻഡ് 5G ടെലികോം നെറ്റ്വർക്ക് ആരാണ് ലോഞ്ച് ചെയ്തത്? വിദ്യ ആൻഡ് സോഫ്റ്റ് ബാങ്ക് ആണ്. ഇത് ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഈ ഒരു നെറ്റ്വർക്കിന് AI യും 5G സർവീസും ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും.
അപ്പം വേൾഡ്സ് ഫസ്റ്റ് AI and 5G ടെലികോം നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്തത് ആരാഞ്ചൽ എൻവിദ്യ ആൻഡ് സോഫ്റ്റ് ബാങ്ക് ആണ്. അത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ AI-യും 5G സർവീസും ഒരേ സമയത്ത് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോസസ്സ് അറിയപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റേഡിയോ ആക്സസ് നെറ്റ്വർക്ക് ARAN എന്ന പേരിൽ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റേഡിയോ ആക്സസ് നെറ്റ്വർക്ക് എന്ന പേരിലാണ് ഈ ഒരു പ്രോസസ്സിനെ അറിയപ്പെടുന്നത്. ദെൻ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോർ ഓട്ടോണമസ് വെഹിക്കിൾ റിമോട്ട് സപ്പോർട്ട് ആൻഡ് റോബോട്ടിക് കൺട്രോൾ. ഇതിനാണ് റോബോട്ടിക് കൺട്രോളിനും ദെൻ അതുപോലെ തന്നെ ഓട്ടോണമസ് ആയിട്ടുള്ള വെഹിക്കിൾ റിമോട്ട് സപ്പോർട്ടിനുമാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടേക്കൻ ഓവർ ആസ് ദ പ്രസിഡന്റ് ഓഫ് FICCI. ആരാണ്? ഹർഷവർദ്ധൻ അഗർവാൾ. എന്താണ് FICCI? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നുള്ളതാണ് FICCIന്റെ അബ്രിവിയേഷൻ. അത് ഫൗണ്ട് ചെയ്ത് 1927 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ദെൻ ഇപ്പം നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ പ്രസിഡന്റ് ഹർഷവർദ്ധൻ അഗർവാൾ. നെക്സ്റ്റ് വൺ, പണ്ഡിറ്റ് രാം നാരായണൻ, who recently passed away at the age of 96, was associated with which musical instrument? കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പണ്ഡിറ്റ് രാം നാരായണൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമ്മുടെ പ്രീവിയസിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സാരംഗി എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് പണ്ഡിറ്റ് രാം നാരായണൻ. അദ്ദേഹത്തിന്റെ 96-ാമത്തെ വയസ്സിൽ ഈ കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയത്. അപ്പോൾ പണ്ഡിറ്റ് രാം നാരായണൻ ഫസ്റ്റ് ഇന്റർനാഷണലി സക്സസ്ഫുൾ സാരംഗി പ്ലെയർ ആണ്. അദ്ദേഹത്തിന് 2005 പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, വിച്ച് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി റാങ്ക്ഡ് ഹൈയസ്റ്റ് ഇൻ ക്യൂസ് ഏഷ്യ റാങ്കിംഗ് 2025? ഏതാണ്? ക്യൂസ് ഏഷ്യ റാങ്കിംഗ് 2025 ഏറ്റവും ഹയസ്റ്റ് റാങ്കിൽ വന്നിരിക്കുന്ന ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് IIT ഡൽഹി ആണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി റാങ്ക്ഡ് ഹയസ്റ്റ് ഇൻ ക്യൂസ് ഏഷ്യ റാങ്കിംഗ് 2025 ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ IIT ഡൽഹിയാണ്. IIT ഡൽഹിക്ക് ഉള്ളത് ഈ ഏഷ്യൻ യൂണിവേഴ്സിറ്റീസിൽ 44-ാമത്തെ റാങ്കാണ് ഏഷ്യൻ യൂണിവേഴ്സിറ്റീസിൽ IIT ഡൽഹിക്ക് ഉള്ളത്. അതാണ് ഏറ്റവും മുന്നിൽ. ദെൻ തൊട്ട് താഴെ IIT ബോംബെ 48-ാമത്തെ റാങ്കുമായിട്ടുണ്ട്. ദെൻ IIT മദ്രാസ് റാങ്ക് 56. ഇതാണ് ടോപ്പ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആയിട്ട് ക്യൂസ് ഏഷ്യൻ റാങ്കിംഗ് ബേസ്ഡ് ആയിട്ട് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ PM വിദ്യാലക്ഷ്മി സ്കീം? കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. എന്താണ് PM വിദ്യാലക്ഷ്മി സ്കീം? എന്താണ് അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്? എന്താണ് PM വിദ്യാലക്ഷ്മി സ്കീം എന്ന് പറയുന്നത്? ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അതൊരു കൊളാറ്ററൽ ഫ്രീ ഗ്യാരണ്ടർ ഫ്രീ എഡ്യൂക്കേഷൻ ലോൺ ആണ്. അതായത് നല്ല പഠിക്കുന്ന കുട്ടികൾക്ക്, നല്ല മാർക്കുള്ള മെറിറ്റുള്ള കുട്ടികൾക്ക് അവിടെ പ്രത്യേകിച്ച് നമ്മൾ കൊളാറ്ററൽ സെക്യൂരിറ്റീസ് ഒന്നും കൊടുക്കാതെയും ദെൻ പ്രത്യേകിച്ച് ഗ്യാരണ്ടർ ഒന്നും ഇല്ലാതെയും കൊടുക്കുന്ന ഫ്രീ എഡ്യൂക്കേഷൻ ലോൺ ആണ് PM വിദ്യാലക്ഷ്മി സ്കീം എന്ന് പറയുന്നത്. ഇത് റീസെന്റ് ആണ് യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തത്. ടോട്ടൽ ഔട്ട്ലേ ഏകദേശം 3600 crores ആണ് ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഇത് നല്ലൊരു സ്കീമാണ് PM വിദ്യാലക്ഷ്മി സ്കീം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഹയർ എഡ്യൂക്കേഷനിൽ കൃത്യമായിട്ട് എന്താണ് ഹയർ സ്റ്റഡീസിലുള്ള എഡ്യൂക്കേഷൻ ലോൺസ് ഗ്രാൻഡ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്, ഒരു സ്കീമാണ് ഈ പറയുന്നത് PM വിദ്യാലക്ഷ്മി സ്കീം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഹാസ് ബീൻ ഇലക്ടഡ് ആസ് ദ 47th പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഓർത്ത് നോക്കാം, 47ാമത്തെ പ്രസിഡന്റ് ആണ് അദ്ദേഹം. എത്രാമത്തെയാണ്? 47ാമത്തെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. ദെൻ അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഡിസ്ട്രിക്ട് ഇൻ ആസാം ഹാസ് റീസെന്റ് ബീൻ റീനെയിംഡ് ടു ശ്രീഭൂമി? അതായത് കരിമംഗാഞ്ച് എന്ന് പറയുന്ന ആസാമിലെ ഒരു ഡിസ്ട്രിക്ട് റീനെയിം ചെയ്തു ശ്രീഭൂമി എന്ന പേരിൽ. നെക്സ്റ്റ് വൺ, who has been appointed as the next Director General of the International Solar Alliance ISA? ആരാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ നെക്സ്റ്റ് ഡയറക്ടർ ജനറൽ ആകുന്ന? ആശിഷ് ഖന്നയാണ്. ആശിഷ് ഖന്ന. ലാസ്റ്റ് വൺ, വിച്ച് കൺട്രി റീസെന്റ് ബിക്കം ദ 104th ഫുൾ മെമ്പർ ഓഫ് ദ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ISA അല്ലെങ്കിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ 104ാമത്തെ ഫുൾ മെമ്പറായിട്ട് കഴിഞ്ഞിടയ്ക്ക് ജോയിൻ ചെയ്തത് അർമേനിയ. ഇപ്പോഴും നിങ്ങൾക്ക് പേപ്പർ 1 ബന്ധപ്പെട്ട് ഏതെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, അതായത് ഇപ്പോൾ ഫിലോസഫിയോ അല്ലെങ്കിൽ സൈക്കോളജിയോ ഏതെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടേറിയ ഏരിയ ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ ബാക്കിയൊക്കെ പോർഷൻസ് ഒക്കെ പഠിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ICT എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അറിയത്തില്ല, ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏരിയ മാത്രമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് അതിൻ്റെ മാത്രമായിട്ട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.